ദേശീയ ചലച്ചിത്ര വിതരണം അനിശ്ചിതത്വത്തിൽ രാഷ്ട്രപതി നൽകിയില്ലെങ്കിൽ പുരസ്കാരം സ്വീകരിക്കേണ്ടെന്ന് ജേതാക്കളുടെ തീരുമാനം. കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകി ജേതാക്കൾ. ഒപ്പിട്ട പരാതി വാർത്ത. കഴിഞ്ഞ ദിവസം രാത്രി RSS കാര്യാലയത്തിന് നേരെ പടക്കമെറിഞ്ഞു എന്ന് പറഞ്ഞ വലിയൊരു പ്രതിഷേധം നിലനിന്നിരുന്നു. ഇതിന്റെ പ്രതിഷേധ പ്രകടനമാണ് ഇന്ന് നടന്നത്. ഇതിനിടെയാണ് വലിയ തോതിൽ ആക്രമണമുണ്ടായത്. മലപ്പുറം പ്രസ് ക്ലബിന് സമീപത്തെത്തിയപ്പോൾ പ്രതിഷേധ എതിരെ വന്ന ബൈക്ക് യാത്രക്കാരന് നേരെ ആക്രമണമുണ്ടായി. ഇത് പത്രപ്രവർത്തകരായ പ്രസ് ക്ലബിന് മുൻപിൽ നിന്നിരുന്ന ചിലർ മൊബൈൽ ഫോണിൽ പകർത്തുകയും ഫോട്ടോ എടുക്കുകയും ചെയ്തിരുന്നു. ഇതാണ് പ്രകോപന കാരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരുടെ പ്രകടനത്തിന് അതായത് സ്വാലിഹ്, ഈ RSS കൂട്ടം പ്രസ് ക്ലബിലേക്ക് ഇരച്ചു കയറുകയായിരുന്നോ അതോ കല്ലുകൾ പ്രസ് ക്ലബിലേക്ക് വലിച്ചെറിയുകയായിരുന്നോ? എങ്ങനെയാണ് ഫോട്ടോഗ്രാഫർക്കടക്കം പരിക്കേറ്റത്? അജിംഷാദ്, ഇവർ ഉടനെ പ്രസ് ക്ലബിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. തുടർന്ന് പ്രസ് ക്ലബിന്റെ നേരെ മുൻപിലുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരെയും മർദ്ദിച്ചു. ഫോട്ടോ എടുക്കാൻ ശ്രമിച്ച ചന്ദ്രിക ദിനപത്രത്തിന്റെ ഫോട്ടോഗ്രാഫർ ഫുവാദിനാണ് മർദ്ദനമേറ്റത്. ഇയാളെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മൊബൈൽ ഫോണും മാധ്യമപ്രവർത്തകരുടെ മൊബൈൽ ഫോണും RSS സംഘം പിടിച്ചു വാങ്ങി കൊണ്ടുപോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രാഥമിക വിവരങ്ങൾ. പോലീസ് സ്ഥലത്തില്ലായിരുന്നോ സ്വാലിഹ്? അജിംഷാദ്, രാവിലെ പ്രസ് ക്ലബിൽ പത്രസമ്മേളനങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനായി മാധ്യമപ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. ഈ സമയത്താണ് RSSന്റെ പ്രതിഷേധ പ്രകടനം വരുന്നത്. ഇതിനിടെ എതിരെ വന്ന ഒരു ബൈക്ക് യാത്രക്കാരന്റെ RSS സംഘം മർദ്ദിച്ചു. ഇത് പകർത്തിയതാണ് പ്രകോപനമുണ്ടാക്കിയത്. ഇത് മാധ്യമപ്രവർത്തകർ ഫോട്ടോ എടുത്തു. ഇവരെ ലക്ഷ്യം വെച്ചാണ് ഈ സംഘം RSS സംഘം പ്രസ് ക്ലബിലേക്ക് ഇരച്ചു കയറിയത്. പ്രസ് ക്ലബിന് നേരെ അകത്ത് ആ സമയത്തുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർക്കാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. അജിംഷാദ്, ഇപ്പോൾ കമാൽ വരദൂർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കമാൽ, എങ്ങനെയായിരുന്നു സംഭവം? ഒരുപക്ഷെ ഇങ്ങനെ ഒരു കീഴ്വഴക്കം പ്രസ് ക്ലബ്ബുകളിലേക്ക് നേരിട്ട് ആക്രമണം നടത്തുന്ന ഒരു രീതിയൊക്കെ എങ്ങനെയാണ്? കേരളം കണ്ടിട്ടില്ലാത്തതാണ്. എന്താണ് അതേക്കുറിച്ച്? താങ്കൾ KUWJ ഭാരവാഹി എന്ന നിലയിൽ കൂടി. അതായത് നമ്മള് സാധാരണഗതിയിൽ പ്രതിഷേധ പ്രകടനങ്ങളോ എന്ത് പരിപാടികളോ ഉണ്ടെങ്കിൽ അത് റോഡിലൂടെ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലൂടെ നടക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് പ്രസ് ക്ലബിലേക്ക് ആക്രമണകാരികൾ അല്ലെങ്കിൽ ഒരു പ്രകടനം നടത്തുന്നവരാണെങ്കിലും അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ നടത്തുന്നവരാണെങ്കിലും വളരെ പെട്ടെന്ന് കയറി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. വളരെ നിർഭാഗ്യകരം എന്നതിനപ്പുറത്തേക്ക് വളരെ ശക്തമായ പ്രതിഷേധം കൂടിയാണ്. കാരണം ഒരു തരത്തിലും, അതായത് പ്രസ് ക്ലബ്ബുകൾ എന്ന് പറഞ്ഞാൽ കേരള പത്രപ്രവർത്തക യൂണിയന്റെ 14 ജില്ലാ ആസ്ഥാനങ്ങളുടെ പ്രസ് ക്ലബ്ബുകളുണ്ട്. ഈ പ്രസ് ക്ലബ്ബുകളിൽ എല്ലാ തരത്തിലുള്ള മാധ്യമ പ്രവർത്തകരും അവിടെയുണ്ട്. സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനമാണ് എല്ലാവരും നടത്തുന്നത്. അപ്പോൾ അത്തരം രീതിയിൽ ഇപ്പം ഒരു ഫോട്ടോഗ്രാഫർ ശ്രീ കമാൽ വരദൂർ, ഈ വിഷയത്തിൽ KUWJ നിലപാട് പ്രതിഷേധം കൂടി. തീർച്ചയായിട്ടും ശക്തമായിട്ട് പ്രതിഷേധം മാത്രമല്ല, ഞങ്ങൾ വളരെ ശക്തമായിട്ട് പോലീസിനോടും ഭരണകൂടത്തോടും ആവശ്യപ്പെടുന്ന ഒരു കാര്യം അതായത് പ്രസ് ക്ലബ്ബുകളിൽ ഓടിക്കയറി കലാപമുണ്ടാക്കുക, മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയില്ല. ശരി, തീർച്ചയായും KUWJ അവരുടെ പ്രതിഷേധം കൂടി അറിയിച്ചിരിക്കുകയാണ്. എന്തായിരുന്നാലും മലപ്പുറം പ്രസ് ക്ലബിലേക്ക് RSSന്റെ അതിക്രമം, ഒരു ഫോട്ടോഗ്രാഫർക്ക് പരിക്കേറ്റു. ഇതിന്റെ വിശദാംശങ്ങൾ കൂടിയാണ് സ്വാലിഹ് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. നടത്തണമെന്നും സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുകയുണ്ടായി. പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ചില നിർദ്ദേശങ്ങൾ സംസ്ഥാന സമ്മേളനം മുന്നോട്ട് വച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി പാർട്ടി മെമ്പർമാർ മുഴുവൻ പ്രവർത്തിക്കുന്ന പാർട്ടി മെമ്പർമാരായിരിക്കണം. ഇതിനടിസ്ഥാനത്തിൽ പ്രവർത്തന രംഗത്തില്ലാത്തവരെ പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് അതാത് ഘടകത്തിൽ ചർച്ച ചെയ്ത് ഒഴിവാക്കണമെന്ന സമ്മേളന തീരുമാനം ഓരോ പാർട്ടി ഘടകവും പരിശോധിച്ച് നടപ്പിലാക്കേണ്ടതാണ്. പാർട്ടി ബ്രാഞ്ചുകളിൽ പാർട്ടിയുടെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ് പാർട്ടി ബ്രാഞ്ച്. അതിൽ വർഷത്തിലൊരിക്കൽ ജില്ലാ കമ്മിറ്റി മെമ്പർ പങ്കെടുത്തുകൊണ്ട് ബ്രാഞ്ചിലുള്ള സംഘടനാ പ്രവർത്തനം
പരിശോധിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാ മാസവും ഒരു ഏരിയ കമ്മിറ്റി അംഗം പാർട്ടി ബ്രാഞ്ചിൽ പങ്കെടുത്ത് ബ്രാഞ്ചിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തേണ്ടതും മാർഗദർശനം നൽകേണ്ടതുമാണ്. പാർട്ടി ബ്രാഞ്ചുകളെ സജീവമാക്കുക എന്നതാണ് സംസ്ഥാന സമ്മേളനത്തിൻ്റെ നിർദ്ദേശം. അത് നടപ്പിലാക്കാൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. പാർട്ടി മെമ്പർമാരെ രാഷ്ട്രീയമായും സംഘടനാപരമായും വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാ 3 മാസം കൂടുമ്പോഴും ലോക്കൽ അടിസ്ഥാനത്തിൽ പാർട്ടി മെമ്പർമാരുടെ ജനറൽ ബോഡി വിളിച്ചുകൂട്ടി ജില്ലാ കമ്മിറ്റി മെമ്പറോ ഉപരിഘടകത്തിലെ മെമ്പർമാരോ രാഷ്ട്രീയ സ്ഥിതിഗതികൾ റിപ്പോർട്ട് ചെയ്യണം. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളും 3 മാസത്തിലൊരിക്കൽ ഈ യോഗത്തിൽ പാർട്ടി മെമ്പർമാർക്ക് റിപ്പോർട്ട് നൽകേണ്ടതാണ്. എന്നാൽ സംസ്ഥാന കമ്മിറ്റി എടുക്കുന്ന മറ്റ് തീരുമാനങ്ങളെല്ലാം എല്ലാ പാർട്ടി ഘടകങ്ങളിലും ഉപരിഘടകത്തിലെ സഖാക്കൾ പങ്കെടുത്ത് റിപ്പോർട്ട് ചെയ്യേണ്ടതും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകൾ എല്ലാ ഘടകങ്ങളിലും സംഘടിപ്പിക്കേണ്ടതുമാണ്. പാർട്ടിയുടെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്താൻ എല്ലാ ലോക്കലുകളിലും മുഴുവൻ സമയ പ്രവർത്തകന്മാരെ നിശ്ചയിക്കണമെന്ന് തീരുമാനിക്കുകയുണ്ടായി. എല്ലാ മുഴുവൻ സമയ പ്രവർത്തകന്മാർക്കും അലവൻസ് കൊടുക്കുന്ന സ്ഥിതി തന്നെ ഉണ്ടാവണം. ഇന്ന് പലർക്കും വേണ്ടത്ര അലവൻസ് കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നം സംസ്ഥാന സമ്മേളനത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ചുരുങ്ങിയത് ഒരു മുഴുവൻ സമയ പ്രവർത്തകന് 7500 രൂപയെങ്കിലും ലഭിക്കത്തക്ക വിധത്തിൽ ഇത് ക്രമീകരിക്കണം. ഇതിനാവശ്യമായിട്ടുള്ള ഫണ്ട് ഓരോ വർഷവും പാർട്ടി സംസ്ഥാന കമ്മിറ്റി ശേഖരിക്കേണ്ടതാണ്. ഇന്ന് ചില സ്ഥലത്ത് ബൂത്തുകളിൽ അടിസ്ഥാനത്തിൽ പാർട്ടി ഘടകങ്ങളില്ല. ഇങ്ങനെ ഏതെങ്കിലും ബൂത്തുകളിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കാതെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള എല്ലാ ബൂത്തുകളിലും പാർട്ടി ഘടകങ്ങൾ രൂപീകരിക്കണം എന്നുള്ള തീരുമാനവും എടുത്തിരിക്കുകയാണ്. സംസ്ഥാന സമ്മേളനം എടുത്ത ഒരു പ്രധാനപ്പെട്ട തീരുമാനമാണ് 2000 വീടുകൾ ഭവനരഹിതർക്ക് നിർമ്മിച്ചു കൊടുക്കണമെന്നുള്ളത്. ഇതിൻ്റെ ഭാഗമായി 200ഓളം വീടുകളുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ റിപ്പോർട്ട് ലഭിക്കുകയുണ്ടായി. അതിൽ എറണാകുളം ജില്ലയിൽ 35 വീടുകളുടെ നിർമ്മാണം ഇപ്പോൾ അന്തിമഘട്ടത്തിലാണ്. 22 വീടുകൾ നിർമ്മിച്ച് കൈമാറിക്കഴിഞ്ഞു. മലപ്പുറം ജില്ലയിൽ 20 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും നിർധന കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഈ പ്രവർത്തനം ഇനി ഏതെങ്കിലും തുടങ്ങാൻ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ മാസം തന്നെ അർഹരായ ആളുകളെ കണ്ടെത്തി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കണം എന്ന് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി കുളങ്ങളും കിണറുകളും തോടുകളുമൊക്കെ മാലിന്യ വിമുക്തമാക്കുന്ന പ്രവർത്തനവും പുഴകൾ മാലിന്യ വിമുക്തമാക്കാനുള്ള പ്രവർത്തനവും ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനം സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തുകയുണ്ടായി. നല്ല നിലയിൽ ഈ പ്രവർത്തനം ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതിന് പാർട്ടി നേതൃത്വം കൊടുക്കണം. ജനപങ്കാളിത്തത്തോടു കൂടി ഇത് വികസിപ്പിക്കണം. ഇതിൽ ചില ജില്ലകളിൽ 2ഉം 3ഉം പുഴകളൊക്കെ മാലിന്യ വിമുക്ത പ്രവർത്തനം നടത്താനുള്ള ഒരു ജനകീയ പ്രസ്ഥാനം തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. ആ ദിവസം കേരളത്തിലുടനീളം പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനത്തിൽ പാർട്ടി സഖാക്കൾ മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കണം. വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിക്കുന്നതിൽ
വ്യാപകമായി ഇടപെടാൻ പാർട്ടിയും വർഗബോധന സംഘടനകളും സന്നദ്ധമാകണം. ഒരു ഏരിയയിലെ ഒരു ഗവൺമെൻറ് ആശുപത്രി അതിൻ്റെ വികസന പദ്ധതി ഏറ്റെടുക്കണമെന്ന് സംസ്ഥാന സമ്മേളനം തീരുമാനിച്ചിരുന്നു. അതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിട്ടില്ല. ഓരോ ഏരിയയിലെയും ഏത് ഗവൺമെൻറ് ആശുപത്രിയാണ് വികസന പദ്ധതിയിൽ പാർട്ടി പങ്കാളിയാകാൻ പോകുന്നത് എന്ന് അതാത് സ്ഥലത്ത് പ്രഖ്യാപിച്ച് ജനപങ്കാളിത്തത്തോടുകൂടി ഈ പദ്ധതി ഏറ്റെടുക്കണം. ഗവൺമെൻറ് സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും മികവിൻ്റെ കേന്ദ്രങ്ങളാക്കാനുള്ള പ്രവർത്തനത്തിൽ പങ്കാളികളാകുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സന്ദർഭത്തിൽ തന്നെ ജൂണിന് മുമ്പ് ഈ മെയ് മാസം കഴിയുന്നതോടുകൂടി സ്കൂൾ PTA ഇപ്പോഴാണ് രൂപീകരിക്കാൻ പോകുന്നത്. PTA ചർച്ച ചെയ്ത് ഏത് വികസന പദ്ധതിയാണ് ഒരു സ്കൂളിൽ ആവശ്യം എന്ന് പരിശോധിച്ച് അതിൽ വിഭവ സമാഹരണത്തിന് വേണ്ടി ജനപങ്കാളിത്തം ഉറപ്പുവരുത്താൻ പാർട്ടി സഖാക്കൾ മുൻകൈയെടുത്ത് പ്രവർത്തിക്കണം. സംസ്ഥാന സമ്മേളനം എടുത്ത മറ്റൊരു തീരുമാനമായിരുന്നു തൊഴിൽ മേഖലയിലുള്ള അരാജകത്വം. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പാർട്ടി ഇടപെടലുണ്ടാകണം. നോക്കുകൂലി പോലുള്ള സമ്പ്രദായം നിലനിൽക്കുന്നതിനെക്കുറിച്ച് സംസ്ഥാന സമ്മേളനം തന്നെ പരിശോധിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായാണ് നോക്കുകൂലി സമ്പ്രദായത്തിനെതിരെ ശക്തമായ നടപടി വേണമെന്ന് സംസ്ഥാന സമ്മേളനത്തിൽ ഉയർന്നു വന്ന അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഇപ്പോൾ ആ തീരുമാനം വന്നു കഴിഞ്ഞിട്ടുണ്ട്. നോക്കുകൂലി നയപരമായിട്ട് തന്നെ കേരളത്തിൽ നിരോധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ വാങ്ങിയതും നയപരമായി പ്രാബല്യം ഉണ്ടായിട്ട് വാങ്ങിയതല്ല, ഒരു നിയമവിരുദ്ധ പ്രവർത്തനമാണ്. അപ്പം അത് നമുക്കിനി തുടരാൻ അനുവദിച്ചുകൂടാ. അതൊരു സാമൂഹ്യ ബോധമായി, തൊഴിലാളികളുടെ ബോധമായി അത് മാറ്റിയെടുക്കാൻ പാർട്ടി സഖാക്കൾ ഇടപെടണം. ട്രേഡ് യൂണിയൻ മുന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ പാർട്ടി സഖാക്കളും ഇത് വളരെ പ്രതിബദ്ധതയോടുകൂടി ഇത് ഏറ്റെടുക്കാൻ തയ്യാറാവണം എന്ന് സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ 2ാം വാർഷികം ഈ മെയ് മാസം 25-ന് 2 വർഷം പൂർത്തീകരിക്കപ്പെടും. ആ സന്ദർഭത്തിൽ വാർഷികാഘോഷ പരിപാടി വിപുലമായ നിലയിൽ സംഘടിപ്പിക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ സജീവമായിട്ട് പങ്കെടുക്കണം എന്ന് പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതോടൊപ്പം CPIM-ൻ്റെ എല്ലാ പാർട്ടി ഘടകങ്ങളും ബ്രാഞ്ച് അടിസ്ഥാനത്തിൽ പാർട്ടി നേതാക്കന്മാർ ഗൃഹസന്ദർശന പരിപാടികൾ നടത്തണം. വീടുകളിൽ പോയി ഗവൺമെൻറ്റിൻ്റെ 2 വർഷത്തെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കണം. ഗവൺമെൻറ്റിനെക്കുറിച്ച് ജനങ്ങൾക്കുള്ള പ്രതികരണം എന്താണെന്ന് മനസ്സിലാക്കണം. വീടുകളിൽ പോയി ജനങ്ങളുമായി ചർച്ച നടത്തണം, വിമർശനങ്ങൾ കേൾക്കണം. സംസ്ഥാന കമ്മിറ്റി മെമ്പർമാർ ഉൾപ്പെടെ ഗൃഹസന്ദർശന പരിപാടി നടത്തണം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാ പാർട്ടി നേതാക്കന്മാരും നിശ്ചിത ദിവസങ്ങളിൽ വീടുകളിലേക്ക് പോകുന്ന വിധത്തിൽ ഇത് ക്രമീകരിക്കണം. പ്രധാനമായും പട്ടികജാതി പട്ടികവർഗ കോളനികൾ സന്ദർശിക്കാൻ ജനപ്രതിനിധികളും നേതാക്കന്മാരും ഈ സന്ദർഭത്തിൽ സമയം കണ്ടെത്തണം. ദുർബല ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെടാനും അവരുടെ പ്രതികരണങ്ങൾ മനസ്സിലാക്കാനും സാധിക്കത്തക്ക വിധത്തിലാണ് ഈ ഗൃഹസന്ദർശന പരിപാടി 2ാം വാർഷികത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കേണ്ടത് എന്ന് തീരുമാനിക്കുകയുണ്ടായി. സംസ്ഥാന സമ്മേളനം ആഹ്വാനം നൽകിയിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറെടുക്കണം എന്നുള്ളതാണ്. അതിൻ്റെ പ്രായോഗിക പ്രവർത്തനങ്ങൾ എന്തെല്ലാം നടത്തണം എന്നതിനെക്കുറിച്ച് സംസ്ഥാന കമ്മിറ്റി ഒരു രൂപരേഖ തയ്യാറാക്കിയിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ നേതൃത്വത്തിലുള്ള NDA-യെ പരാജയപ്പെടുത്താൻ, കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF-നെ പരാജയപ്പെടുത്താൻ കഴിയത്തക്ക വിധത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ അംഗസംഖ്യ പാർലമെൻറ്റിൽ പരമാവധി വർദ്ധിപ്പിക്കാൻ
കഴിയത്തക്ക വിധത്തിൽ ഒരു രാഷ്ട്രീയ സമരമാക്കി അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ മാറ്റണം. അതിനുവേണ്ടി എല്ലാ പാർട്ടി ഘടകങ്ങളും വർഗബോജന സംഘടനകളും സജീവമായ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തിൽ ഏർപ്പെടണമെന്ന് സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി BJPക്കെതിരായും കോൺഗ്രസിൻ്റെ UDFനെതിരായും വലിയ തോതിലുള്ള ജനങ്ങളെ അണിനിരത്താനുള്ള പ്രവർത്തനങ്ങളിലാണ് നേതൃത്വം കൊടുക്കേണ്ടത് എന്ന് സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുകയുണ്ടായി. ഇപ്പോൾ ആസന്നമായിട്ടുള്ളത് ചെങ്ങന്നൂരിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പാണ്. ചെങ്ങന്നൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം. കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ മുന്നണിയുടെ വോട്ട് വർദ്ധിക്കണം, ഭൂരിപക്ഷവും വർദ്ധിക്കണം. ആ തരത്തിൽ BJP മുന്നണിയെയും UDFനും പ്രഹരമേൽപ്പിക്കത്തക്ക വിധത്തിലുള്ള ഒരു ജനവിധി ചെങ്ങന്നൂരിൽ നേടിയെടുക്കാൻ കഴിയണം. അതിനാവശ്യമായ വിധത്തിൽ ചെങ്ങന്നൂരിൽ ഇനിയുള്ള ദിവസങ്ങളിൽ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം എന്ന് സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുകയുണ്ടായി. തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയപ്പോൾ ചെങ്ങന്നൂരിൽ നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ആത്മവിശ്വാസത്തോടു കൂടി ഇലക്ഷൻ പ്രചരണ രംഗത്ത് നിലയുറപ്പിക്കാൻ LDFൻ്റെ പ്രവർത്തകന്മാർക്ക് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. LDFനോടൊപ്പം മുൻകാലങ്ങളിൽ നിൽക്കാത്തിരുന്ന ഒരു പുതിയ ജനവിഭാഗം കൂടി ഇത്തവണ ചെങ്ങന്നൂരിൽ ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം അവിടെ ചെങ്ങന്നൂരിലെ ഇലക്ഷനിൽ പ്രതിഫലിക്കും എന്ന ആത്മവിശ്വാസമാണ് സംസ്ഥാന കമ്മിറ്റി പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനങ്ങളായി നിങ്ങളെ അറിയിക്കാറുള്ളത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഇടതുപക്ഷ മുന്നണിയോടൊപ്പമില്ലാത്തിരുന്ന വിഭാഗമായിരുന്നു വീരേന്ദ്രകുമാറിൻ്റെ ജനതാദൾ. അവരിപ്പോൾ തന്നെ മുന്നണിക്ക് വേണ്ടി സജീവമായി പ്രവർത്തന രംഗത്തേക്ക് അവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. UDFനകത്ത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന കേരള കോൺഗ്രസ് മാണി ഇത്തവണ UDFന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ അവിടെ പങ്കെടുക്കുന്നില്ല. കേരള കോൺഗ്രസ് മാണി ഇതിനു മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മലപ്പുറം ലോക്സഭാ സീറ്റിലും വേങ്ങര ഉപതെരഞ്ഞെടുപ്പിലും മുന്നണി വിട്ടുനിന്നെങ്കിലും UDFന് അനുകൂലമായിരുന്നു. എന്നാൽ ചെങ്ങന്നൂരിൽ ഒരു മുന്നണിക്കും അനുകൂലമായ നിലപാട് ഇതുവരെ കേരള കോൺഗ്രസ് പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടില്ല. ഇത് UDFന് കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ അവരുടെ മുന്നണിയിൽ വന്നിരിക്കുന്ന ഒരു മാറ്റമാണ്. രണ്ട് പാർട്ടികളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നവർ UDF വിട്ടുപോയിരിക്കുന്നത്. NDAക്കകത്താണെങ്കിൽ കഴിഞ്ഞ തവണ അവിടെ ശക്തമായിട്ട് BJPയുടെ കൂടെ ഉണ്ടായിരുന്നത് BDJSൻ്റെ പാർട്ടിയായിരുന്നു. SNDPയുടെ പിന്തുണയുണ്ട് എന്ന് തെറ്റിദ്ധരിച്ച് കുറേയധികം ആളുകൾ കഴിഞ്ഞ തവണ NDAക്ക് അവിടെ വോട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ BDJS ഇപ്പോൾ ഒരു നിലപാട് എടുത്തിട്ടില്ല, നിസ്സഹകരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ നിസ്സഹകരണം NDA മുന്നണിക്ക് അവരുടെ തകർച്ചയ്ക്ക് വേഗത കൂട്ടും എന്ന അവസ്ഥയാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഈ സാഹചര്യങ്ങളെല്ലാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി 2 വർഷത്തിനിടയിൽ കേരളത്തിൽ വന്ന രാഷ്ട്രീയ മാറ്റമാണ്. ഈ രാഷ്ട്രീയ മാറ്റം അവിടെ ഇടതുപക്ഷത്തിന് അനുകൂലമായി പ്രതിഫലിക്കുക തന്നെ ചെയ്യും. അല്ല, BDJSൻ്റെ ഏതെങ്കിലും ആളുകൾക്ക് LDFന് വോട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ LDFന് വോട്ട് ചെയ്യാം. കേരള കോൺഗ്രസ്സുകാർക്ക് LDFന് വോട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ LDFന് വോട്ട് ചെയ്യാവുന്നതാണ്. ഒരാളുടെയും വോട്ട് വേണ്ട എന്നൊരു നിലപാടിപ്പം ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. RSSൻ്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. ബാക്കി എല്ലാവരുടെയും വോട്ട് ചെങ്ങന്നൂരിൽ ഞങ്ങൾക്ക് വേണം. കോൺഗ്രസിൻ്റെ സാധാരണക്കാരുടെ വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ചെങ്ങന്നൂരിൽ ഇടതുപക്ഷ മുന്നണിക്ക് ചെയ്യണം.
ആ തരത്തിൽ കോൺഗ്രസ്സുകാരുടെ വോട്ട് പോലും ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായിട്ട് മാറുന്ന സാഹചര്യമാണുള്ളത്. പഴയ കോൺഗ്രസിൻ്റെ MLA ആയിരുന്ന ശോഭന ജോർജ് വരെ ഇത്തവണ ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇങ്ങനെയുള്ള മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണത്. കഴിഞ്ഞ തവണ ഇടതുപക്ഷ മുന്നണി ജയിച്ചത് ഇടതുപക്ഷ മുന്നണി എന്നുള്ളതിൽ മത്സരിച്ചപ്പോഴാണ്. ഇവരെല്ലാം ഞങ്ങൾക്കെതിരായിട്ട് മത്സരിച്ചപ്പോഴും ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്. പക്ഷേ ഇടതുപക്ഷ മുന്നണി ഒറ്റയ്ക്ക് ജയിക്കുന്ന സ്ഥലത്താണെങ്കിൽ പോലും മുന്നണി വിപുലീകരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുക. ഇടതുപക്ഷ മുന്നണിക്ക് ഒറ്റയ്ക്ക് കേരളത്തിൽ ജയിക്കാൻ സാധിക്കുന്ന സാഹചര്യമാണെങ്കിൽ, കഴിഞ്ഞ തവണ ഇടതുപക്ഷ മുന്നണി ജയിച്ച സ്റ്റേറ്റ് അല്ലേ, ഇതിൽ തന്നെ നിൽക്കാനല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ മുന്നണിയെ കൂടുതൽ വിപുലീകരിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മുന്നണിയുടെ ബഹുജന അടിത്തറ വിപുലീകരിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ CPIM-ന് കേരളത്തിൽ ഒറ്റയ്ക്ക് ജയിക്കാൻ സാധിക്കുന്ന സാഹചര്യം വന്നാലും ഞങ്ങൾ മുന്നണിയായിട്ടേ മത്സരിക്കുള്ളൂ. CPIM ഒറ്റയ്ക്കല്ല മത്സരിക്കുക. അതുകൊണ്ട് ഞങ്ങൾ ഒറ്റപ്പെടാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കൂടുതൽ ആളുകളെ ഞങ്ങളുടെ കൂടെ കൊണ്ടുവരാൻ സാധ്യമാകുന്ന വിധത്തിൽ ഉള്ള ഇടപെടലുകൾ ഞങ്ങൾ നടത്തും. അല്ല, അവർക്ക് അക്കാര്യത്തിൽ നല്ല ബോധ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ബോധ്യപ്പെടാത്ത ഒരു പാർട്ടിയല്ലല്ലോ CPI. അല്ല, അദ്ദേഹം തന്നെ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നിഷേധിച്ചുള്ള പ്രസ്താവന നിങ്ങൾ വായിച്ചിട്ടില്ല. നിങ്ങൾ ആ ദിവസത്തെ കഴിഞ്ഞിട്ട് പിന്നെ പത്രം വായിച്ചിട്ടില്ല. പിറ്റേ ദിവസം പത്രം കൂടി വായിക്കണം, അപ്പോൾ ക്ലിയറായി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആരുമായിട്ട് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. കാരണം അവർ ഒരു നിലപാടെന്താണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് ഇവരുമായിട്ടെല്ലാം നല്ല സൗഹൃദമാണുള്ളത്. SNDP നേതൃത്വവുമായിട്ട് ഞങ്ങൾക്ക് സൗഹൃദപരമായ ബന്ധമുണ്ട്. SNDP ഞങ്ങളുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമല്ല. NSS ഞങ്ങളുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമല്ല. അവരെല്ലാം വിവിധ രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളാണ് കേരളത്തിൽ. BDJS-ഉമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല. പക്ഷേ SNDP-യുമായിട്ട് ഞങ്ങൾക്ക് നല്ല ബന്ധമാണ് നിലനിൽക്കുന്നത്. SNDP-കകത്ത് CPM-യുമായി ബന്ധമുള്ള മഹാഭൂരിപക്ഷം ആളുകൾ, CPM-ൻ്റെ ആളുകൾ SNDP-കകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് SNDP-യുടെ ജനറൽ സെക്രട്ടറി SNDP ജനറൽ സെക്രട്ടറി ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത്, BDJS-ൻ്റെ ഒരാളായിട്ടല്ല. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ SNDP-യുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹവുമായിട്ട് സൗഹൃദപരമായ ബന്ധം മുൻകാലത്ത് ഉണ്ടായിട്ടുണ്ട്. NSS-ൻ്റെ ജനറൽ സെക്രട്ടറിയുമായിട്ട് ഞങ്ങൾക്ക് സൗഹൃദപരമായ ബന്ധമുണ്ട്. KPMS-ൻ്റെ പുന്നല ശ്രീകുമാറുമായിട്ട് ബന്ധമുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ സംഘടനകളുമായിട്ടും സൗഹൃദപരമായിട്ടുള്ള ബന്ധം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ അവർ രൂപീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെടാറില്ല. അത് നേരത്തെ SRP ഉണ്ടായിരുന്ന കാലത്തും ഞങ്ങൾക്ക് ബന്ധമുണ്ടായിട്ടില്ല. NDP ഉണ്ടായിരുന്ന കാലത്തും ഞങ്ങൾക്ക് രാഷ്ട്രീയ ബന്ധം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ സംഘടനകളുമായിട്ട് ഞങ്ങൾക്ക് നല്ല സൗഹൃദ ബന്ധമുണ്ട്. അല്ല, ഇപ്പോഴത് ചർച്ച ചെയ്യേണ്ടതൊരു ഘട്ടമല്ലല്ലോ. അവരിപ്പം BDJS വിടാൻ തീരുമാനിച്ചിട്ടില്ല. അവരിപ്പോൾ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ വിടാൻ തീരുമാനിച്ചിട്ടില്ലെന്നാണ്. അല്ല, BDJS ഒരു സമുദായ സംഘടനയായിട്ടാണ് രൂപം കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള സാമുദായിക പാർട്ടികളുമായിട്ട് ഞങ്ങൾ സാധാരണ ബന്ധപ്പെടാറില്ല, രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കാറില്ല. അത് നേരത്തെ ഞങ്ങൾ എടുത്തിട്ടുള്ള നിലപാടാണ്. ജാതിമത സംഘടനകളുമായി രാഷ്ട്രീയ സഖ്യം ഞങ്ങൾ ഒരിക്കലും ഉണ്ടാക്കാറില്ല. പക്ഷേ SNDP അങ്ങനെയല്ല. SNDP-യുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം. NSS-ഉമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ട്. അതിന് രാഷ്ട്രീയ പാർട്ടി ആയിട്ടല്ല ഞങ്ങൾ കാണുന്നത്. LDF-ൻ്റെ വിപുലീകരണം സംബന്ധിച്ച് ഉള്ള പ്രശ്നം വരുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം എല്ലാ പാർട്ടികളിലും പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. UDF തകർച്ചയിലാണ്. ഇനി UDF-ന് കേരളത്തിൽ ഭാവിയില്ല. അത് അവർ ഓരോരുത്തരും തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഭാവിയുണ്ട് എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഇവരാരെങ്കിലും ആ മുന്നണി വിട്ടുപോകും. തൽക്കാലം ഈ വിഷമം സഹിച്ച് മുന്നണിയിൽ തന്നെ നിൽക്കാം, ഭാവിയിൽ രക്ഷപ്പെടാം എന്നെങ്കിലും കരുതിയിട്ട് അവിടെ നിൽക്കൂലേ. അപ്പോൾ അതിന് ഭാവിയില്ല എന്ന് വന്നപ്പോൾ അവരെല്ലാം ഒരു പുനഃപരിശോധനയ്ക്ക് തയ്യാറാകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇപ്പോഴവരെടുത്തിരിക്കുന്ന നിലപാട് സ്വതന്ത്രമായി നിൽക്കുക, ഒരു മുന്നണിയിലും ഇല്ല. അവർ LDF-ഉമായിട്ട് ബന്ധപ്പെടണമെന്നുള്ള ആഗ്രഹം ഞങ്ങളെ ഇതുവരെ അറിയിച്ചിട്ടില്ല. KM മാണി അറിയിച്ചിട്ടില്ല, അവരുടെ പാർട്ടിയും അറിയിച്ചിട്ടില്ല. അവരുടെ പാർട്ടിയുടെ തീരുമാനമെടുത്തതായിട്ടും
ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. CPIM ആ പ്രശ്നം ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. LDFും ചർച്ച ചെയ്തിട്ടില്ല. അങ്ങനൊരു സാഹചര്യം വരുന്ന സന്ദർഭത്തിൽ മാത്രമേ ചർച്ച ചെയ്യേണ്ടുന്ന കാര്യമുള്ളൂ. ഇപ്പോഴങ്ങനെ ഒരു ചർച്ച നടത്തുന്നത് അതിനൊരു പക്വമായ സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. അല്ല, അവരത് സംബന്ധിച്ച് സ്വതന്ത്രമായ നിലപാടെടുക്കാൻ കേരള കോൺഗ്രസിന് കഴിവുണ്ട്. അവരുടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ അവരെടുക്കട്ടെ. ഞങ്ങൾ അവരുടെ തീരുമാനത്തിൽ എന്താണെന്ന് ഇടപെടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. സ്വതന്ത്രമായ തീരുമാനമെടുക്കാനുള്ള കഴിവ് കേരള കോൺഗ്രസിനുണ്ട്. അതിന് ഞങ്ങളുടെ ഉപദേശം അവർക്ക് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ അവരെ കഴിഞ്ഞ തവണ ആരും ഇല്ലാതെ ജയിച്ചല്ലേ. പക്ഷേ ഈ കഴിഞ്ഞ തവണ ജയിച്ച മുന്നണി എന്നുള്ള നിലയിൽ ഞങ്ങൾ നിലപാട് പറഞ്ഞല്ലോ. CPM ഒറ്റയ്ക്ക് ജയിക്കുന്ന സ്ഥിതിവിശേഷം കേരളത്തിൽ വന്നാലും ഞങ്ങൾ കൂടുതൽ ആളുകളെ മുന്നണിയിൽ ചേർത്തുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം. കഴിഞ്ഞ തവണ LDF ജയിച്ചു, ഇത്തവണയും LDF ജയിക്കും. പക്ഷേ UDFനെ പരമാവധി ഒറ്റപ്പെടുത്തണം. കേരള രാഷ്ട്രീയത്തിൽ UDFന് ഭാവിയില്ലാന്ന് തെളിയിക്കണം. അതിന് പറ്റാവുന്ന വിധത്തിലുള്ള വമ്പിച്ച ഭൂരിപക്ഷം, അതാണ് ഞങ്ങൾ ഇത്തവണ ലക്ഷ്യപ്പെടുന്നത്. ജയം മാത്രമല്ല. ഞാൻ പറഞ്ഞല്ലോ, LDFൻ്റെ വോട്ട് വർദ്ധിക്കും, ഭൂരിപക്ഷം വർദ്ധിക്കും എന്ന് പറഞ്ഞാൽ അതിലെന്താ സംശയമുള്ളത് ഞങ്ങൾക്ക്? LDFൻ്റെ മാത്രമല്ല, അവിടെ 3 മുന്നണികൾ മത്സരിക്കുന്നുണ്ട്. 3 മുന്നണികളെക്കുറിച്ചും ജനങ്ങൾ വിലയിരുത്തും. കേന്ദ്രത്തിലെ BJP ഭരണം, BJPയുടെ പ്രവർത്തനം, ഇത് വിലയിരുത്തും. കഴിഞ്ഞ 5 വർഷക്കാലത്ത് UDF ഗവൺമെൻറ്റിൻ്റെ അഴിമതി ഭരണം, അത് ജനങ്ങൾ വിലയിരുത്തും. LDFനെ കുറിച്ചും ജനങ്ങൾ വിലയിരുത്തും. സ്വാഭാവികമായിട്ടും ഒരു ഇലക്ഷനിൽ ഈ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടും. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു ജനവിധി അവിടെ ഉണ്ടാകും. അത് LDFന് നല്ല പ്രതീക്ഷ നൽകുന്നതാണെന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇതിൽ നിങ്ങൾക്ക് വിലയിരുത്തലാകുമെന്നൊരു ഉത്തരം എൻ്റെ നിന്ന് കിട്ടാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് അല്ലേ? അങ്ങനെയല്ല ഒരു ഇലക്ഷനെ പരിശോധിക്കേണ്ടത്. ചെങ്ങന്നൂർ ഇലക്ഷനിൽ ഇടതുപക്ഷ മുന്നണിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഒരു തരത്തിലും ഇടതുപക്ഷ മുന്നണി പരാജയപ്പെടുന്ന ഒരു ഇലക്ഷനല്ല ചെങ്ങന്നൂർ. ഗവൺമെൻറ്റിൻ്റെ ഒരു കാര്യം മാത്രമല്ല വിലയിരുത്തുന്നത്, അതിൽ കേന്ദ്രീകരിക്കുകയല്ല വേണ്ടത്. UDFൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനവും വിലയിരുത്തണം, BJPയുടെ പ്രവർത്തനവും വിലയിരുത്തണം, ഞങ്ങളെയും വിലയിരുത്താം. ഞങ്ങളെ ഗവൺമെൻറ്റിനെ കുറിച്ചും ഇടതുപക്ഷ മുന്നണിയെക്കുറിച്ചും ജനങ്ങൾക്കുള്ള പ്രതികരണം സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ലേ? ആ ചോദ്യത്തിന് തന്നെ പ്രസക്തിയുണ്ടോ? ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നല്ല മതിപ്പാണ് ഇത് ജനങ്ങൾക്കുള്ളത്. പൊതുവിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്ന, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ശക്തമായിട്ടുള്ളൊരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ. രാജ്യത്ത് ജനങ്ങളെ വർഗീയമായി വിഭജിക്കാൻ, എല്ലാ പ്രശ്നങ്ങളെയും മതപരമായിട്ട് വിലയിരുത്തുകയും ചെയ്യുന്ന കാലത്ത് അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സർക്കാർ ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട ക്രമസമാധാനം ഇന്ന് കേരളത്തിലാണ്. ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുണ്ട്, അതെല്ലാ കാലത്തും ഉണ്ടാവും. എന്നാൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ മെച്ചപ്പെട്ട നില കേരളത്തിലുണ്ടാകുന്നുണ്ട്. മാത്രമല്ല, ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായാൽ അത്തരം സംഭവങ്ങളിൽപ്പെട്ടവരെ പിടികൂടി നിയമത്തിന് മുമ്പിൽ എത്തിക്കുന്നത് ഏറ്റവും കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് കേരളത്തിലുള്ളൊരു സർക്കാർ. പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാവും. അത്തരം പ്രശ്നങ്ങളുണ്ടായാൽ ഒരു ഗവൺമെൻറ് എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതിൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ LDF ഗവൺമെൻറ് കഴിയുന്നുണ്ട് എന്നാണ് പാർട്ടി ഇത് സംബന്ധിച്ച് വിലയിരുത്തലിട്ടുള്ളത്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ പലപ്പോഴും ഉണ്ടായെന്ന് വരും. അങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഗവൺമെൻറ് ഉണ്ടാക്കുന്നതല്ല, ഗവൺമെൻറ് സ്പോൺസേഡ് സംഭവങ്ങളല്ല ഒന്നും തന്നെ. പലയിടത്തും അസ്വാഭാവികമായിട്ടുള്ള ചില സംഭവങ്ങളുണ്ടാവും. അത്തരം സംഭവങ്ങൾ ഉയർന്നു വന്നാൽ അതിൽ സർക്കാർ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? അതിൽ മുമ്പത്തെ UDF ഗവൺമെൻറ് ചെയ്തതുപോലെയാണോ ഇപ്പോഴത്തെ LDF ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്? ഇതാണ് ജനങ്ങൾ പരിശോധിക്കുക. കേന്ദ്രത്തിലെ BJP ഗവൺമെൻറ് പ്രവർത്തിക്കുന്ന പോലെയാണോ കേരളത്തിലെ LDF ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്? ഇതാണ് ജനങ്ങൾ വിലയിരുത്തുക. കേരളത്തിൽ കസ്റ്റഡി ഭരണമുണ്ടായി. ഇപ്പോൾ അടുത്തായിട്ട് നടന്നൊരു സംഭവം അതാണ്. ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് നയമല്ല ലോക്കപ്പിൽ കൊണ്ടുപോയിട്ട് ആളെ അടിക്കുക, 3ാം മുറ പ്രയോഗിക്കുക. ഇടതുപക്ഷ മുന്നണിയുടെ നയമേ അല്ലത്. ഞങ്ങളതിന് ശക്തമായിട്ട് എതിരാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ LDF ഗവൺമെൻറ് കാലത്താണ് കേരള പോലീസ് ആക്ട്, അതാണിപ്പോൾ നിലവിലുള്ളത്. 2011 ജനുവരി 30
പ്രസിദ്ധീകരിച്ചിട്ടുള്ള പോലീസ് ആക്ടാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആ പോലീസ് ആക്ടിൽ വ്യക്തമായ വ്യവസ്ഥകളുണ്ട്. ലോക്കപ്പിൽ കൊണ്ടുപോയിട്ട് ആളെ അടിക്കാൻ പാടില്ല. അതിലെഴുതി വെച്ചൊരു പ്രത്യേക വ്യവസ്ഥ, സാധാരണ പോലീസ് ലോക്കപ്പിൽ ആളെ വിവസ്ത്രരാക്കിയിട്ട് മാറ്റും. മുണ്ടെടുത്തിട്ടാണ് പോയതെങ്കിൽ മുണ്ടഴിക്കും, ഷർട്ട് അഴിപ്പിക്കും, പാൻറ് എടുത്തിട്ടാണെങ്കിൽ പാൻറ് അഴിപ്പിക്കും. ഒരു ജട്ടിയിൽ ഇരുന്ന സ്ഥിതിയാണ് പോലീസ് സ്റ്റേഷൻ. ആ നിയമത്തിൽ വ്യക്തമായ വ്യവസ്ഥ എഴുതി വെച്ചു. ഏത് വസ്ത്രത്തോടു കൂടിയാണോ ഒരാളെ പോലീസ് കസ്റ്റഡി എടുക്കുന്നത് ആ വസ്ത്രം അഴിച്ചു മാറ്റാൻ പാടില്ല. ഇത് ഞങ്ങൾക്കൊക്കെയുള്ള അനുഭവം വെച്ചിട്ടാണ് അത് എഴുതി വെച്ചത്. സാധാരണ പോലീസ് ലോക്കപ്പിൽ പോയാൽ എന്താണ് ചെയ്യുന്നത് അനുഭവമുള്ളവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അതുകൊണ്ട് ഞങ്ങൾ മുൻകൈയെടുത്തുണ്ടാക്കിയൊരു നിയമമാണത് കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. ആ നിയമത്തിൻ്റെ ലംഘനം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആരായിരുന്നാലും അവർക്കെതിരെ കർശനമായ നടപടിയെടുക്കണം. അത് ഗവൺമെൻറ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് ഒരു സന്ദേശം കേരളത്തിൽ ഇപ്പോൾ ഗവൺമെൻറ് നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത് നടത്താൻ അനുവദിക്കില്ല. എന്നാൽ UDF-ൻ്റെ കാലത്ത് 4 കസ്റ്റഡി മരണങ്ങൾ നടന്നില്ലേ? അന്നിങ്ങനെ നിലപാടെടുത്തിട്ടുണ്ടോ? ഇത് താരതമ്യപ്പെടുത്തണം ജനങ്ങൾ. UDF-ൻ്റെ കാലത്ത് കസ്റ്റഡി മരണം നടന്നിട്ട് ആ പാറശാലയിലൊരു മരിച്ച കേസിൽ ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നപ്പോഴല്ലേ 1 കൊല്ലം അയാൾ നിരാഹാരം കിടന്നത്. അന്നത്തെ പോലീസ് കംപ്ലയിൻ്റ് അതോറിറ്റി പൈസ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തോ? ഈ ഗവൺമെൻറ്റല്ലേ ആ കുടുംബത്തിന് പൈസ കൊടുത്തത്. പത്തരത്തിലുള്ള പ്രശ്നങ്ങളിലെല്ലാം 2 സമീപനമാണ്. അപ്പം ഇതാണ് ജനങ്ങൾ വിലയിരുത്തുക. ദേശീയ തലത്തിൽ തന്നെ CPM-ൻ്റെ നയം പാർട്ടി കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ മുഖ്യ വിപത്ത് BJP-യാണ്. BJP-യാണ് കേന്ദ്രത്തിൽ നിന്ന് അധികാരം നിന്ന് പുറത്താക്കേണ്ടത്. BJP അധികാരം നിന്ന് പുറത്താക്കാൻ സാധ്യമാകുന്ന വിധത്തിൽ പരമാവധി BJP വിരുദ്ധ വോട്ടുകൾ ഏകീകരിപ്പിക്കാനുള്ള ശ്രമം CPIM നടത്തും. എന്നാൽ അതിനുവേണ്ടി കോൺഗ്രസുമായി ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. രാഷ്ട്രീയ കൂട്ടുകെട്ടെന്ന് പറയുന്നത് നയപരമായി യോജിപ്പുള്ള കക്ഷികളുമായിട്ട് മാത്രമേ രാഷ്ട്രീയ കൂട്ടുകെട്ടുണ്ടാക്കാൻ പാടുള്ളൂ. കോൺഗ്രസുമായി ഞങ്ങൾക്ക് നയപരമായി യോജിപ്പില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസുമായി ഒരു നയപരമായ യോജിപ്പില്ലാത്ത പാർട്ടിക്ക് ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടുണ്ടാക്കാൻ സാധ്യമല്ല. എന്നാൽ CPIM ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു ശക്തിയല്ല. ഞങ്ങൾക്ക് മാത്രമായി BJP മുന്നണിയെ അധികാരത്തിൽ പുറത്താക്കാൻ സാധിക്കില്ല. ഈ യാഥാർത്ഥ്യം ഞങ്ങൾ തിരിച്ചറിയും. അതുകൊണ്ട് അത്തരത്തിലുള്ള സംസ്ഥാനങ്ങളിൽ ഓരോ മണ്ഡലങ്ങളിലും BJP-യെ തോൽപ്പിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥി ആരാണ് ആ സ്ഥാനാർത്ഥിക്ക് ഞങ്ങൾ വോട്ട് ചെയ്യും. BJP-യെ തോൽപ്പിക്കുമെന്നത് ഉറപ്പുവരുത്തും. അതാണിപ്പോൾ ഉത്തർപ്രദേശിൽ നടന്ന ലോകസഭാ ഉപതെരഞ്ഞെടുപ്പിലും ബീഹാറിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷം സ്വീകരിച്ച സമീപനം. ഉത്തർപ്രദേശിൽ 2 മണ്ഡലങ്ങളിൽ ഗോരഖ്പൂരിലും ഫുൽപൂരിലും BJP 3.5 ലക്ഷം വോട്ടിന് ജയിച്ച 2 മണ്ഡലങ്ങളിൽ സമാജ്വാദി പാർട്ടി മത്സരിച്ചപ്പോൾ അവിടെ കോൺഗ്രസ് പ്രത്യേകം സ്ഥാനാർത്ഥിയെ നിർത്തി. 2 സ്ഥലത്തും SP-ക്ക് BSP പിന്തുണ കൊടുത്തു. ഇടതുപക്ഷ പാർട്ടികൾ അവിടെ പിന്തുണ കൊടുത്തു. ഞങ്ങളവിടെ വലിയ ശക്തിയൊന്നുമില്ല, പക്ഷേ അവിടെ പോയി പ്രചാരണം ചെയ്തു BJP-യെ തോൽപ്പിക്കണമെന്ന്. ബീഹാറിലും RJD-ക്ക് ഞങ്ങൾ പിന്തുണ കൊടുത്തു. ഒരു സ്ഥലത്ത് കോൺഗ്രസും BJP-യും മാത്രമേ സ്ഥാനാർത്ഥികളായിട്ടുണ്ടായിട്ടുള്ളൂ ഒരു അസംബ്ലി മണ്ഡലത്തിൽ. അവിടെ BJP-ക്കെതിരെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്യാൻ പാർട്ടി അഭ്യർത്ഥിച്ചത്. ഈ നിലപാടായിരിക്കും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സ്വീകരിക്കുക. അതേ സന്ദർഭത്തിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ പുറത്താക്കണമെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ അംഗസംഖ്യ വർദ്ധിപ്പിച്ചാൽ മാത്രമേ BJP അധികാരത്തിൽ പുറത്താക്കാൻ സാധിക്കുള്ളൂ. കാരണം കോൺഗ്രസ്സുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊള്ളില്ല. കോൺഗ്രസ്സുകാർ ജയിച്ചാലും അവർ കോൺഗ്രസിൽ തന്നെ നിൽക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഇന്നത്തെ ഇന്ത്യൻ പാർലമെൻറ്റിലെ BJP MP-മാരിൽ 112 MP-മാർ മുമ്പത്തെ കോൺഗ്രസ് നേതാക്കന്മാരാണ്. നമ്മുടെ ഇവിടുത്തെ ചോട്ടാ കോൺഗ്രസ് നേതാക്കന്മാരല്ല, വലിയ ബഡാ നേതാക്കന്മാരാണ്. BJP-ക്കകത്ത് ചേർന്ന് 112 ആളുകളുണ്ട്. 2004-ൽ BJP അധികാരത്തിൽ പുറത്താക്കാൻ സാധിച്ചത് ഇടതുപക്ഷത്തിന് ലോകസഭയിൽ 64 MP-മാരെ കിട്ടിയതുകൊണ്ടാണ്.
അല്ലെങ്കിൽ വാജ്പേയി തന്നെ അധികാരത്തിൽ തുടരുമായിരുന്നു. അതുകൊണ്ട് 2019 ലോകസഭയിൽ ഇടതുപക്ഷത്തിൻ്റെ അംഗസംഖ്യ വർദ്ധിക്കണം. ഇടതുപക്ഷത്തിൻ്റെ അംഗസംഖ്യ വർദ്ധിക്കുമ്പോഴായിരിക്കും BJP അധികാരം നിന്ന് പുറത്താക്കാനുള്ള ഉറപ്പ് വരുത്താൻ സാധിക്കുക. ഈ രാഷ്ട്രീയമാണ് ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ പോകുന്നത്. അതിനനുകൂലമായിട്ടാണ് 2004 കേരളം വിധിയെഴുതിയത്. അന്ന് ഞങ്ങൾക്ക് 20 സീറ്റിൽ 18 സീറ്റ് 2004 കിട്ടി. കോൺഗ്രസിന് ഒറ്റ സീറ്റ് കിട്ടിയില്ല. ഈ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2004 ഇവിടെ ആവർത്തിക്കും. അതിനുള്ള രാഷ്ട്രീയ സാഹചര്യം ഒരുക്കാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത്. ടൂറിസം മേഖലയെ ഒഴിവാക്കണമെന്നുള്ള പ്രശ്നം വളരെ കാലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്ത് ഒരു സർവകക്ഷി യോഗം വിളിച്ച് ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കി ഒരു നിലപാട് സ്വീകരിക്കണം. ഇത് നേരത്തെ ഞാൻ ടൂറിസം മന്ത്രിയായിരുന്ന കാലത്തും ഒരു ശ്രമം നടത്തിയതാണ്. പക്ഷേ അന്നൊരു യോജിപ്പുണ്ടായില്ല. ടൂറിസം മേഖലയെ ബാധിക്കുന്നതെന്നുള്ളത് വസ്തുതയാണ്, IT മേഖലയെ ബാധിക്കുമെന്നുള്ള സ്ഥിതിയാണ്. അങ്ങനെ ഓരോന്ന് പരിശോധിച്ചുകൊണ്ട് ഏത് മേഖലയാണ് ഒഴിവാക്കേണ്ടത് ഇതിനെ സംബന്ധിച്ച് അഭിപ്രായ സമന്വയം ഉണ്ടാക്കണം. അതിനുവേണ്ടി ഗവൺമെൻറ് മുൻകൈ എടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, ടൂറിസം മേഖലയെ ഒഴിവാക്കുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല. ഞങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ടൂറിസം മന്ത്രിയായിരുന്ന കാലത്ത് ശ്രമിച്ചതാണെന്ന് പറഞ്ഞില്ല. എതിർപ്പുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ശ്രമിക്കുമായിരുന്നു. അത് എതിർപ്പുണ്ടായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി അങ്ങനെ ഒരു നിലപാടെടുക്കുമോ? ഞാൻ ടൂറിസം മന്ത്രിയായിരുന്ന കാലത്ത് ശ്രമിച്ചൊരു കാര്യമാണ്, അത് നടന്നില്ല. പല പാർട്ടികളും അതിനോട് യോജിച്ചില്ല. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും യോജിക്കാൻ സാധിക്കുന്ന സാഹചര്യം വന്നാൽ ടൂറിസം മേഖലയ്ക്ക് അത് ഗുണമായിരിക്കും. കാരണം വിദേശികളാണ് വലിയ തോതിൽ, വിദേശ ടൂറിസ്റ്റുകളെയാണ് ഒഴിവാക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തലശ്ശേരിയിൽ നിന്ന് തിരുവനന്തപുരത്ത് വരുന്ന ഒരാളെയല്ല ഇത് ബാധിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകളെ അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അവരെ കാര്യത്തിലൊരു പ്രത്യേക നിലപാടെടുക്കാൻ ഒരഭിപ്രായ സമന്വയം ഉണ്ടാക്കുന്ന നല്ലതായിരിക്കും. അതിലൊരു ഇടപെടൽ ഗവൺമെൻറ് നടത്തുന്നതാണ് നല്ലത്. ഇതേ നിലയിൽ തന്നെ കേരളത്തിലൊരു പ്രശ്നം ഞങ്ങൾ പരിശോധിച്ചപ്പോൾ കണ്ടിരിക്കുന്നത് റേഷൻ വിതരണ രംഗം താറുമാറായിരിക്കുകയാണ്. ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പ് വരുത്തിയതിൻ്റെ ദുരന്തമാണ് കേരളത്തിൽ റേഷൻ രംഗത്ത് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. 1,54,00,000 ആളുകൾക്ക് സൗജന്യമായിട്ട് കേരളത്തിൽ അരി കൊടുക്കുന്നുണ്ട്. എന്നാൽ 2 കോടിയിൽ പരം മുൻഗണനാ ലിസ്റ്റ് ഇല്ലാത്ത ആളുകൾക്ക് ഒരു നിശ്ചിത അരിയില്ല. ചില സ്ഥലത്ത് 1 കിലോ, 1.5 കിലോ, ചില സ്ഥലത്ത് ഇപ്പോൾ ആലപ്പുഴയിലും കൊല്ലത്തും 4 കിലോ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച് ആളോഹരി ഭക്ഷ്യധാന്യം എന്നത് അത് ഈ പുതിയ ഭക്ഷ്യഭദ്രതാ നിയമം തകർത്തിരിക്കുകയാണ്. അത് കേരളത്തിൽ വലിയ വിലക്കയറ്റത്തിനിടയാക്കുന്നുണ്ട്. ഇത് കണക്കിലെടുത്ത് എല്ലാവർക്കും തുല്യമായിട്ടുള്ള റേഷൻ അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ വേണം. അതിന് കേന്ദ്രം കേരളത്തിനുള്ള ഭക്ഷ്യവിഹിതം വർദ്ധിപ്പിക്കണം. ഇതിനുവേണ്ടി കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ചു നിൽക്കണം. അതിന് ഗവൺമെൻറ് തന്നെ മുൻകൈ എടുത്ത് ഒരു സർവകക്ഷി യോഗം വിളിച്ച് ഒരു ഇടപെടൽ നടത്തണം. കേന്ദ്ര ഗവൺമെൻറ്റിനോട് കൂടുതൽ ഭക്ഷ്യധാന്യത്തിന് വേണ്ടി ആവശ്യപ്പെടണം. അത് കേരളത്തിൻ്റെ ഒരു പൊതു അഭിപ്രായമായി ഉയർത്തിക്കൊണ്ടുവരണം. മറ്റ് UDF ഉൾപ്പെടെ അതുമായി സഹകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. BJPയും അതിനെ എതിർക്കേണ്ടെന്ന കാര്യമില്ല. എല്ലാവരും കൂടി യോജിച്ച് കേരളത്തിന് നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സമ്പ്രദായം അത് തകർന്ന സാഹചര്യത്തിൽ ആളോഹരി റേഷൻ എല്ലാവർക്കും ലഭ്യമാക്കുന്നതിനുള്ള ഒരു ഇടപെടൽ നടത്തണം. അതിന് സർവകക്ഷി എന്നുള്ള നിലയിൽ ഒരു യോജിച്ച് ഇടപെടൽ നടത്തുന്നതായിരിക്കും നല്ലത്. അതിന് മുഖ്യമന്ത്രി ഗവൺമെൻറ്റും ആവശ്യമായ മുൻകൈ എടുക്കണമെന്നാണ് പാർട്ടി ആവശ്യപ്പെടുന്നത്. ജില്ലാ സെക്രട്ടറിമാർ ഞങ്ങളുടെ രീതി അനുസരിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർമാരായിട്ടുള്ള ആളുകൾ ജില്ലാ സെക്രട്ടറിമാരായി തുടരില്ല. അപ്പോൾ അവരെല്ലാം ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറും. കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരുന്ന ആളും 3 ഘടകത്തിൽ അംഗത്വം പാടില്ല. ഇപ്പം ജില്ല, സംസ്ഥാനം, അഖിലേന്ത്യാ 3 ഘടകത്തിൽ ഒരാൾ അംഗമാകാൻ പാടില്ല. 2 ഘടകത്തിലേ പാടുള്ളൂ. അതുകൊണ്ട് കേന്ദ്ര കമ്മിറ്റി മെമ്പറായിട്ടുള്ള രാധാകൃഷ്ണനും ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് മാറും. ഈ 3 ജില്ലകളിൽ സെക്രട്ടറിമാരുടെ മാറ്റം ഉണ്ടാകും. അത് ചെങ്ങന്നൂർ ഇലക്ഷന് ശേഷം ജില്ലാ കമ്മിറ്റികൾ കൂടി പുതിയ സെക്രട്ടറിമാരെ തിരഞ്ഞെടുക്കും. ചെങ്ങന്നൂരോ? അത് ശരി, അതൊരു സ്വാഭാവികമല്ലേ, അത് ഇതിൻ്റെ ഭാഗമല്ല.
അല്ല, 7,500 ചുരുങ്ങിയതാണ്. ഓരോ കമ്മിറ്റിക്കുമുള്ള കഴിവനുസരിച്ചും ഒരു സഖാവിൻ്റെ കുടുംബ പശ്ചാത്തലം പരിശോധിച്ചുകൊണ്ടും ആണ് തീരുമാനിക്കുക. ചിലർക്കൊന്നും വേണ്ടി വരില്ല. സ്വന്തമായിട്ട് ഭാര്യക്കോ കുട്ടികൾക്കോ ഒക്കെ ജോലിയുള്ള ആളുകളാണെങ്കിൽ എനിക്ക് അലവൻസ് വേണ്ട എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്നവരുണ്ട്. എന്നാൽ അലവൻസ് കിട്ടിയാലേ അയാൾക്ക് പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ള ഒരുപാട് സഖാക്കൾ പാർട്ടിക്കുണ്ട്. അവർക്കൊരു അലവൻസ് നിശ്ചയിച്ചു കൊടുത്ത് പ്രവർത്തിക്കണം, അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്ന സ്ഥിതി ഉണ്ടാകരുത് എന്നാണ് പാർട്ടി തീരുമാനം. ഇപ്പോൾ 7,500 കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. നേരത്തെ 5,000 ആയിരുന്നു, അത് വർദ്ധിപ്പിക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. എൻ്റെ ശ്രദ്ധയിൽ അങ്ങനെ ഒരു വാർത്ത പെട്ടിട്ടില്ല. ഇതുവരെ ആരും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടതായിട്ടും ഒരു കമ്പനി, ഇങ്ങനെ പല ആളെ പേരിലും കമ്പനി ഉണ്ടെന്ന് പല പ്രചരണവും രാജ്യത്ത് നടത്താറുണ്ട്. അക്കൂട്ടത്തിലെ പ്രചരണമാണോ എന്നുള്ള പരിശോധിക്കാം. ഞങ്ങൾക്കൊക്കെ കമ്പനി ഉണ്ട് നിങ്ങൾ പ്രചരിപ്പിക്കുന്നില്ലേ പല, പക്ഷെ ഇതുവരെ ഒരു കമ്പനി നമ്മളെ പേരിലൊന്നും ഇവിടെ ഇല്ലല്ലോ. അങ്ങനെയുള്ള കമ്പനി ആണോ എന്നുള്ളത് നോക്കിയിട്ട് പറയാം. ഇതുവരെ അങ്ങനെ കമ്പനി ഉള്ളതായിട്ട് ഞങ്ങൾക്കാർക്കും അറിയില്ല. അതെ, മറ്റെന്താ വകുപ്പിന് അങ്ങനെ അരി പ്രത്യേകിച്ച് കൊണ്ടുവരാൻ എങ്ങനെയാണ് വകുപ്പിന് സാധിക്കുന്നത്? അരി കൊടുക്കണമെങ്കിൽ അരി തന്നെ വേണ്ടേ? വകുപ്പ് മന്ത്രി വിചാരിച്ചാൽ അരി കിട്ടുമോ? കേരള ഗവൺമെൻറ് പല ആവശ്യവും പോയപ്പോൾ അരി വർദ്ധിപ്പിച്ചു കൊടുത്തില്ലല്ലോ. അപ്പോൾ ഭക്ഷ്യവകുപ്പ് മന്ത്രി കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടല്ല ഈ സമ്പ്രദായം ഉണ്ടായിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭക്ഷ്യഭദ്രതാ നിയമമാണ് ഇതിനിടയാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനിടയിൽ ഒരു പാര കാറ്റാൻ വേണ്ടി നോക്കണ്ട. ഭക്ഷ്യവകുപ്പ് മന്ത്രി നല്ല നിലയിൽ ഇടപെടുന്നൊരു സഖാവാണ്. ശരി, ഇത്രത് മതി ഇന്ന്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2004 ആവർത്തിക്കുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ഒപ്പം ചെങ്ങന്നൂരിൽ എല്ലാവരുടെയും വോട്ടുകൾ തേടും. CPIM ഒറ്റയ്ക്ക് ജയിക്കുന്ന സന്ദർഭത്തിൽ പോലും മുന്നണി വിപുലീകരിക്കുകയാണ് ഞങ്ങളുടെ നയമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇടവേളയിലേക്ക്. പാർട്ടി ഘടകങ്ങൾ ശക്തിപ്പെടുത്താൻ എല്ലാ ലോക്കൽ കമ്മിറ്റികളും മുഴുവൻ സമയ പ്രവർത്തകരെ നിശ്ചയിക്കാൻ CPIM തീരുമാനിച്ചു. ഇടതുമുന്നണി വിപുലപ്പെടുത്തും. ചെങ്ങന്നൂരിൽ RSS ഒഴികെയുള്ള എല്ലാ പേരുടെയും വോട്ട് സ്വീകരിക്കുമെന്നും കോടിയേരി പറഞ്ഞു. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി KG ദിനകർ ചേരുകയാണ്. ദിനകർ, ടൂറിസം മേഖലയിൽ നിന്ന് ഹർത്താലിനെ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് സർവകക്ഷി യോഗം വിളിക്കാൻ CPIM ആവശ്യപ്പെട്ടു. അതടക്കം കോടിയേരി എന്തൊക്കെ കാര്യങ്ങളാണ് സംസ്ഥാന സമിതിയുടെ പുതിയ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ? അത് CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരം സംഘടന ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ശക്തമായ തീരുമാനങ്ങളാണ് കൈക്കൊണ്ടിട്ടുള്ളത്. അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി പാർട്ടി അംഗങ്ങൾ മുഴുവൻ സമയവും പ്രവർത്തിക്കുന്നവരാവണം. പ്രവർത്തിക്കാത്തവരെ ഒഴിവാക്കാനുള്ള തീരുമാനവും കമ്മിറ്റിയിൽ കൈക്കൊണ്ടിട്ടുണ്ട്. ഇത് ചർച്ച ചെയ്ത് തീരുമാനം കൈക്കൊള്ളും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതോടൊപ്പം 3 മാസത്തിലൊരിക്കൽ ലോക്കൽ അടിസ്ഥാനത്തിൽ പാർട്ടി അംഗങ്ങളുടെ യോഗം ചേർന്നുകൊണ്ട് പ്രവർത്തനങ്ങൾ വിലയിരുത്തും. അതോടൊപ്പം തന്നെ ലോക്കൽ അടിസ്ഥാനത്തിൽ മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന പാർട്ടി അംഗങ്ങൾക്ക് 7,500 രൂപ വീതം അലവൻസ് നൽകാനും തീരുമാനമായിട്ടുണ്ട്. ഇതിനാവശ്യമായ ഫണ്ട് സംസ്ഥാന കമ്മിറ്റി സ്വരൂപിക്കും. അതോടൊപ്പം തന്നെ ബൂത്തുകളിലും ഉള്ള പ്രവർത്തനവും ശക്തിപ്പെടുത്തും. മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം, സംസ്ഥാനത്ത് എമ്പാടുമായി നിർധനരായിട്ടുള്ള 2,000-ഓളം ആളുകൾക്ക്, ഭവനരഹിതരായിട്ടുള്ള 2,000-ഓളം പേർക്ക് വീട് നിർമ്മിച്ചു നൽകാനുള്ള തീരുമാനം നേരത്തെ കൈക്കൊണ്ടിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി 200 വീടുകൾ നിർമ്മാണ ഘട്ടത്തിലാണ്. ബാക്കിയുള്ള വീടുകൾ ഉടൻ തന്നെ അർഹരായവരെ കണ്ടെത്തി നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടി പ്രവർത്തനങ്ങൾ സജീവമാക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയുണ്ടായി. ചെങ്ങന്നൂരിൽ LDF-ന് വലിയ മികച്ച വിജയം ഉണ്ടാകും എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ചെങ്ങന്നൂരിൽ നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF-നൊപ്പം ഉണ്ടായിരുന്ന പലരും ഇപ്പോൾ UDF മുന്നണി വിട്ടിരിക്കുന്നു. LDF-ന് പിന്തുണ ഏറുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച ഒരു വിജയമായിരിക്കും ചെങ്ങന്നൂരിൽ ഉണ്ടാവുക എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. KM മാണിയുമായി സഹകരിക്കുമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം വ്യക്തമാക്കിയത്, ചെങ്ങന്നൂരിൽ KM മാണിക്ക് സ്വതന്ത്രമായ തീരുമാനമെടുക്കാനുള്ള പ്രാപ്തിയുണ്ട്. കൂടുതൽ ആളുകളെ അല്ലെങ്കിൽ കൂടുതൽ മുന്നണിയുടെ വിപുലീകരണമാണ് LDF-ന്റെ ലക്ഷ്യം. വിഭജന അടിത്തറ വികസിപ്പിക്കുകയാണ് LDF-ന്റെ ലക്ഷ്യം. ഒറ്റപ്പെടാൻ അല്ല, കൂടുതൽ പേരെ കൊണ്ടുവരാൻ ആണ് ശ്രമമെന്നും അദ്ദേഹം ചോദ്യത്തിന് മറുപടിയായി ചൂണ്ടിക്കാട്ടി.
അതോടൊപ്പം തന്നെ CPM ഒറ്റയ്ക്ക് ജയിക്കുന്ന അവസ്ഥ ഉണ്ടായാൽ പോലും കൂടുതൽ ആളുകളെ, കൂടുതൽ ഘടകങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ പാർട്ടികളെ മുന്നണിയിലേക്ക് എടുക്കുക എന്നുള്ളതാണ് പാർട്ടി നിലപാട് എന്നതാണ് LDF നിലപാട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ശരി ദിനകർ, KG ദിനകറാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. രാഷ്ട്രപതി നൽകിയില്ലെങ്കിൽ പുരസ്കാരങ്ങൾ സ്വീകരിക്കേണ്ടെന്ന് ജേതാക്കളുടെ തീരുമാനം. കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകിയ ജേതാക്കൾ ഒപ്പിട്ട പരാതി വാർത്താ മന്ത്രാലയത്തിനും നൽകും. അതേസമയം ജൂറി ചെയർമാൻ ശേഖർ കപൂർ ജേതാക്കളുമായി സംസാരിച്ചു. വിവരങ്ങളും വിശദാംശങ്ങളുമായി ഇപ്പോൾ ഹരീഷ് ചേരുകയാണ്. ഹരീഷ്, കപൂറിന്റെ ഇടപെടൽ ഒരുപക്ഷെ കാര്യങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടോ? ആ വാക്കുകൾ കൂടി കേൾക്കാം. ആദ്യം ഹരീഷിലേക്ക് വരുന്നതിന് മുമ്പ്. നമ്മൾ ബഹിഷ്കരിക്കുന്നു, അത്രയേ ഉള്ളൂ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസ് ബെയററുടെ കയ്യിൽ കൊടുത്തു വിട്ടാലും മതി, ഞങ്ങൾ വാങ്ങിച്ചോളാം. പക്ഷേ ഞങ്ങൾ ആ വെന്യൂ ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു. We are the recipients of National Film Awards, and unfortunately we are not going to receive it. Instead, we have written a letter to the Ministry of Information and Broadcasting, and we have marked a copy to the President and the Minister. Okay. ഒരു രീതിയിലുള്ള ഒരു പ്രോട്ടോകോൾ ഫോളോ ചെയ്യണം. എങ്ങനത്തെ ഒരു ഡിസിഷനാണ് സംസാരിക്കുന്നതെങ്കിലും, എങ്ങനത്തെ ഡിസിഷനാണ് അവരെടുക്കുന്നതെങ്കിലും ഒരു പ്രോട്ടോകോൾ ഫോളോ ചെയ്യണം. നമ്മളൊരു ഗ്രീവൻസ് പറഞ്ഞു, അതിനുള്ള ഉത്തരം അവർ സമയത്തിൽ എത്തിക്കുമെന്നുള്ള പ്രതീക്ഷയിലൂടെയാണ് നമ്മളിപ്പോഴും ഇരിക്കുന്നത്. സോ ദർ ഇസ് നോ ബാഡ് ബ്ലഡ് റൈറ്റ് നൗ. വി ആർ ജസ്റ്റ് ട്രൈങ് ടു ഗെറ്റ് ആൻസേഴ്സ്. തീർച്ചയായും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഹരീഷ് ചേരിയാണ്. ഹരീഷ്, ഈ 11 പേർക്ക് മാത്രം രാഷ്ട്രപതി അവാർഡുകൾ വിതരണം ചെയ്യുകയും ബാക്കിയുള്ളവരെ ഒഴിവാക്കുകയും ചെയ്യുന്നതിൻ്റെ ക്രൈറ്റീരിയ എന്താണ് എന്നതടക്കമായിരുന്നു ഇന്നലെ മുതൽ ജേതാക്കൾ ആവശ്യപ്പെടുന്നത്. ഇന്ന് എന്തൊക്കെ തീരുമാനങ്ങളാണ് അനുകൂലമായി സർക്കാരിൻ്റെ ഭാഗത്തുള്ളത്? ഉണ്ടോ? ഹരീഷ് ലൈനിലില്ല എന്ന് തോന്നുന്നു. ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണത്തിലെ അനിശ്ചിതത്വം തുടരുകയാണ്. വിവരങ്ങളും വിശദാംശങ്ങളുമായി ഹരീഷ് ചേരുകയാണ്. ഹരീഷ്, അതായത് ഏറ്റവും ഒടുവിലും ജേതാക്കൾ എടുത്ത നിലപാട് മുഴുവൻ പേർക്കും രാഷ്ട്രപതി തന്നെ സമ്മാനങ്ങൾ വിതരണം ചെയ്യണമെന്നതാണ്, അവാർഡുകൾ വിതരണം ചെയ്യണമെന്നതാണ്. എന്തൊക്കെയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള ഏറ്റവും പുതിയ തീരുമാനം? ഹരീഷ്. അജിംഷ, നിലവിൽ 72ഓളം പേർ ഇപ്പോൾ ഈ പറയുന്ന അപേക്ഷയിൽ അവരുടെ നിർദ്ദേശപ്രകാരം അവർ ഈ പറയുന്ന പേപ്പറിൽ ഒപ്പ് ചെയ്ത് രാഷ്ട്രപതി കൈമാറിയിട്ടുണ്ട്. എന്നാൽ ഇവരെല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേ ഇതിൽ പറയുന്ന കാര്യം തന്നെ, ഒന്നെങ്കിൽ രാഷ്ട്രപതി തന്നെ എല്ലാവർക്കും ഉപകാരങ്ങൾ കൈമാറുക. അതായത് നിലവിൽ 11 പേർക്ക് രാഷ്ട്രപതിയും ബാക്കിയുള്ള എല്ലാ വ്യക്തികൾക്കും എല്ലാ അവാർഡ് വിതരണം ചെയ്യുന്നത് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയാണ്. അപ്പൊ ഈ നിലപാടിനെ അംഗീകരിക്കാൻ സാധിക്കുകയില്ല. ഒരു പന്തിൽ രണ്ട് ഇല ഇട്ട് വിളമ്പാൻ പാടില്ല എന്നൊരു കമന്റാണ് ഇവർ കുറച്ചു മുന്നേ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ എല്ലാവർക്കും ഒന്നെങ്കിൽ എല്ലാവർക്കും തന്നെ ഈ രാഷ്ട്രപതി ഉപകാരങ്ങൾ കൈമാറുക, അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് എന്തെങ്കിലും അസൗകര്യങ്ങളും ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയാണ് ഉപരാഷ്ട്രപതി ഉപകാരങ്ങൾ കൈമാറട്ടെ എന്നുള്ള നിർദ്ദേശമാണ് ഇവർ വെച്ചിരുന്നത്. എന്നാൽ ഈ പ്രശ്നം പറഞ്ഞു തീർക്കാൻ വേണ്ടി തന്നെ കേന്ദ്രമന്ത്രാലയം ഈ ജൂറി ചെയർമാനായിട്ടുള്ള ശേഖർ കപൂർ ഏതാനും നിമിഷങ്ങൾക്ക് മുന്നേ ഇവർ താമസിക്കുന്ന അശോക ഹോട്ടലിൽ എത്തിയിരുന്നു. അപ്പോൾ ഇവരോട് പറഞ്ഞു നിങ്ങൾ ഒന്ന് സഹകരിക്കണം എന്നുള്ള അഭ്യർത്ഥന അദ്ദേഹം മുന്നോട്ട് വെച്ചു. എന്നാൽ ഒരേ സ്വരത്തിൽ ഈ ഒപ്പിട്ട 70 പേരും നമ്മുടെ ഗാനഗന്ധർവ്വൻ, അതായത് ഹരീഷ് ഏറ്റവും ഒടുവിൽ യേശുദാസും അതിലേക്ക് ഒപ്പിട്ടു. ഒരുപക്ഷെ ഇന്നലെ മുതൽ അവാർഡ് ജേതാക്കൾ മുമ്പോട്ട് വെക്കുന്ന ആവശ്യം ഇതാണ്. അതായത് ഈ 11 പേരെ എങ്ങനെ സെലക്ട് ചെയ്തു, 11 പേർക്ക് രാഷ്ട്രപതി നൽകും, അതിന് പോലും മറുപടി യഥാർത്ഥത്തിൽ ഇന്നലെ വരെയും സർക്കാർ നൽകിയിരുന്നില്ല. സ്മൃതി ഇറാനി ബാക്കിയുള്ളവർക്ക് നൽകും, അത് പുതിയ ചട്ടമാണ് എന്ന രീതിയിൽ മാത്രമായിരുന്നു വിശദീകരണം. പുതിയ വിശദീകരണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നേരത്തെ നിന്ന് ദൂരീകരിച്ചിട്ടുണ്ട്? നിലവിൽ ഇങ്ങനെ ഒരു വിശദീകരണം ഇവർക്ക് ആർക്കും തന്നെ ഇവർ നൽകിയിട്ടില്ല. നിലവിൽ ഇന്നലെ റിഹേഴ്സൽ ക്യാമ്പ്, ഇന്നലെ വൈകുന്നേരം 3:30 തുടങ്ങിയ റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ചിട്ടായിരുന്നു ഇവർ ഈ കാര്യം വ്യക്തമാക്കിയത്. 11 പേർക്ക് ഈ പറയുന്ന രാഷ്ട്രപതി ഉപഹാരങ്ങൾ കൈമാറും, ശേഷിച്ചവർക്ക് വേണ്ടി സ്മൃതി ഇറാനി കൈമാറും. എന്നാൽ ഇങ്ങനെ ഒരു ആവശ്യം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച ഉടനെ തന്നെ എല്ലാവരും തന്നെ ഒരേ സ്വരത്തിൽ ഇതിനെ എതിർത്തിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നും ഈ സമയം വരെ പ്രതിഷേധം ശക്തമായി കൊണ്ട് തന്നെ തുടരുന്നത്. എന്നാൽ ഈ വിഷയം ഒന്ന് പറഞ്ഞു തീർക്കാൻ, ഒത്തുതീർപ്പിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് കേന്ദ്ര സർക്കാർ നിലപാട്. അതിന്റെ ഭാഗമായി തന്നെ ജൂറി ചെയർമാനായുള്ള ശേഖർ കപൂർ ഏതാനും നിമിഷം കൂടെ എത്തി ഇവരോട് പറഞ്ഞു നിങ്ങൾ എങ്ങനെ സഹകരിക്കണം എന്നൊരു നിലപാട് മുന്നോട്ട് വെച്ചാൽ ഒരു തരത്തിലും സഹകരിക്കാൻ സാധിക്കില്ല എന്ന നിലപാടുമായി തന്നെയാണ് എല്ലാ അവാർഡ് ജേതാക്കളും ഇപ്പോൾ നിലകൊള്ളുന്നത്. എന്തായാലും ഒരു കാര്യം കൂടി, ജയരാജ് ആ പരാതിയിൽ ഒപ്പിട്ടോ? സർക്കാരിന് നൽകിയ പരാതിയിൽ എല്ലാവരും, യേശുദാസ് അടക്കം എല്ലാവരും ഒപ്പിട്ടിരുന്നു. ജയരാജും യേശുദാസുമാണ് ആദ്യ 11 പേരിലുള്ളത്. ജയരാജ് മാത്രമാണ് ഒപ്പിടാതെ ഉണ്ടായിരുന്നത്. ജയരാജ് ഒപ്പിട്ടോ?
തീർച്ചയായും ജയരാജും ഏതാനും കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ ജയരാജും ഒപ്പിട്ടിട്ടുണ്ട്. നിലവിൽ യേശുദാസ് സൈൻ ചെയ്ത തൊട്ടു പിറകെ തന്നെ ഞാൻ സൈൻ ചെയ്യാം എന്ന നിലപാടായിരുന്നു ജയരാജ് സ്വീകരിച്ചത്. എന്നാൽ ജയരാജും ഏതാനും നിമിഷങ്ങൾ മുന്നേ ഒപ്പിട്ടു. നിലവിൽ മലയാള ഇൻഡസ്ട്രി, മലയാള സിനിമാ വ്യവസായത്തിലുള്ള എല്ലാവരും തന്നെ ഒപ്പിട്ടു. അതിന് പുറമെ എല്ലാ അവാർഡ് ജേതാക്കളും തന്നെ ഈ 70ഓളം പേര് തന്നെ ഇതിൽ സൈൻ ചെയ്തിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ. എന്തായാലും ഇതിനെതിരെ കടുത്ത പ്രതിഷേധം തന്നെ അലയടിക്കുകയാണ്. എന്തായാലും അവാർഡ് സ്വീകരിക്കില്ല. ഈ പറയുന്ന സെറിമണിയെ അവർ നിരസ്കരിക്കുന്നു, എന്നാൽ ഈ ചടങ്ങിനെ നിരസ്കരിക്കുന്നു. പക്ഷേ അവാർഡിനെ അവർ സ്വീകരിക്കുന്നു എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അതായത് അവർ ഇപ്പോൾ കുറച്ചു മുന്നേ ഭാഗ്യലക്ഷ്മി നമ്മുടെ ബൈറ്റിൽ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ള കാര്യം, നിലവിലെ സാഹചര്യത്തിൽ അവർ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും തന്നെ റൂം നൽകിയിട്ടിരിക്കുന്നത്. അവർ ഒരു റൂം ബോയിയെ വിട്ട് ഇത് റൂമിലേക്ക് കൊടുത്തയച്ചോട്ടെ, നമ്മൾ ഇവിടെ വെച്ച് സ്വീകരിച്ചോളാം എന്നുള്ള തരത്തിലേക്കാണ് ഇവർ ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. കാരണം അത്രയും വിഷമത്തിലാണ് ഇവരുടെ സാഹചര്യം. കാരണം നിലവിലെ സാഹചര്യത്തിൽ ഇങ്ങനെ ഈ ശരി, ഹരീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായിരുന്നാലും ദേശീയ ചലച്ചിത്ര അവാർഡ് പുരസ്കാര വിതരണം എന്നത് ഒരു അനിശ്ചിതത്വം തന്നെ തുടരുകയാണ്. മുഴുവൻ പേർക്കും രാഷ്ട്രപതി നൽകുക, അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അസൗകര്യമുണ്ടെങ്കിൽ ഉപരാഷ്ട്രപതി നൽകുക മുഴുവൻ പേർക്കും എന്നതാണ് അവാർഡ് ജേതാക്കളുടെ നിലപാട്. ആ നിലപാടിൽ നിന്ന് അയവുണ്ടാകുന്ന ഒരു സാഹചര്യവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അവാർഡ് ജേതാക്കൾ ഉറച്ച നിലപാടിലുമാണ്. എന്തായിരുന്നാലും ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങളാണ് ഹരീഷ് നൽകിയത്.